BM ആണെങ്കിലും ഇന്ത്യന്റെ വിലക്കാണ് കൊടുക്കണത്. അത് ശരി, അങ്ങനെയാണ്. അധികം വേണ്ട, കിട്ടുന്ന ആവശ്യമുള്ള ഇട്ടാൽ മതി. ഓക്കെ, ഫുൾ ഓൺ കിട്ടുന്നൊരു വാഹനമാണിത്. ചെറിയൊരു മുടക്കം ഉണ്ടായിക്കോട്ടെ ചോദിക്കണത്. ഇല്ലാതെ കൊടുക്കുമ്പോൾ അവർക്ക് വണ്ടിക്ക് ഒരു വില തോന്നില്ല. ഓക്കെ, കിലോമീറ്റർ വേണേ നമുക്ക് കുറച്ച് കൊടുക്കാം. ആയിക്കോട്ടെ കേട്ടോ. ഓണർഷിപ്പ് കൂടിയ ഒരു പ്രശ്നമില്ല. എടുക്കുന്ന പാർട്ടിക്ക് റേറ്റ് കുറച്ച് കിട്ടും. അടിപൊളി ടയർസ് ഫ്രണ്ടിൽ. അവിടെ എങ്ങനെ സെയിം അല്ല? ബാക്കിലാണ് ഫുൾ ബട്ടൺ ഒന്നുമില്ല, അവിടെ ഒരു 70% ബാക്കിലുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം KS കാസിൽ വന്നിരിക്കുകയാണ്. സലീം ഖാൻ്റെ അടുത്ത് ആരോ അടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതാ കുറച്ച് ഗ്യാപ്പ് വന്നത്. എന്താ ഈ കണ്ണിനൊക്കെ പൗഡർ ഇട്ടൊക്കെ പോയല്ലോ? അല്ല, പോയി. കണ്ണ് സുഖമായോ? കണ്ണിന് ആര് പറഞ്ഞു നിങ്ങളല്ല പറഞ്ഞേ. ഓക്കെ, ഷോറൂം ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് ലൊക്കേഷൻ വരുന്നത്. കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറിൽ തന്നെ സലീം ഖാൻ്റെ മറ്റേ കാറ്റലോഗ് കിട്ടും, വാട്സപ്പ് കാറ്റലോഗ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10-60 മുകളിൽ സ്റ്റോക്ക് ഉണ്ട് ടോട്ടൽ. അതിനെല്ലാത്തിൻ്റെ ഡീറ്റെയിൽ അതിൽ കിട്ടും. പുതിയ അപ്ഡേറ്റ് ആവുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലും എല്ലാം കാറ്റലോഗിൽ കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വാട്സപ്പിലോട്ട് ഹായ് വിട്ടാൽ മതി. ഫസ്റ്റ് ലിങ്ക് കാറ്റലോഗും സെക്കൻഡ് ലിങ്ക് ലൊക്കേഷനാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഏകദേശം ഒരു 10-30 വണ്ടിയോളം നമ്മൾ കാണിക്കുന്നുണ്ട്. ആഗ്രഹമില്ലെങ്കിലോ കൂടിക്കോട്ടെ, നിങ്ങളായിട്ടൊന്നും പറയണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് കഴിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണിത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമസ്കാരം. ആദ്യ വാഹനം BMW ആണ്. BMW 3 Series 320D ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കാണ് വണ്ടി. അതൊന്നും പറയണ്ട, പറയില്ല. കാണുമല്ലോ. എങ്ങനെയാ BM ആണെങ്കിലും ഇന്ത്യന്റെ വിലക്കാണ് കൊടുക്കണത്. അത് ശരി, അങ്ങനെയാണ്. 3 Series ആണ്. 2011 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പാണ് ഇപ്പോൾ ഉള്ളത്. കിലോമീറ്റർ ഒന്നും നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. ഡൽഹി വണ്ടിയാണ്. വണ്ടിയുടെ നിലവിലെ അവസ്ഥ, ക്വാളിറ്റി അത് ഡൽഹി രജിസ്ട്രേഷൻ ഉള്ളത്. നമുക്ക് NOC വേണേൽ NOC എടുത്ത് കൊടുക്കാം. ഇപ്പോൾ എവിടെയും എടുത്തിട്ടില്ല. നമ്മൾ ഈ കണ്ടീഷനിൽ 380 ചോദിക്കുന്നത്. 3,80,000 രൂപയ്ക്ക്. 2011 അല്ല പറഞ്ഞത്? 11 മോഡൽ 320D. അത്യാവശ്യം ഡീസൽ മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻ്റാണ് ഇത്. ഒരു 16-17 പറയുന്ന കേൾക്കാം. ഏകദേശം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെൻ്റാണ്. 2 ദിവസം കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ 380 സ്വന്തമാക്കാം. വില നമ്മൾ ഉറപ്പിച്ച വിലയാണോ അതോ? അതെ, ഉറപ്പിച്ച വില. അതിൻ്റെ പുറമെ വരുന്ന NOC എടുക്കണമെങ്കിൽ NOC ഒരു 10-15 രൂപ എക്സ്ട്രാ NOC എടുത്ത് കൊടുക്കാം. ഓക്കെ, NOC എടുത്ത് കൊടുക്കാം. ഓക്കെ, എവിടെ എടുത്തില്ല, നിങ്ങൾക്ക് ഏത് RTO വേണമെന്ന് നോക്കിയിട്ട് എടുക്കാവുന്ന അവരുടെ പേര് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് അടുത്തുകൊണ്ട് എവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെക്ക് ചെയ്യാം. ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ചെക്ക് ചെയ്യാം. ആയിക്കോട്ടെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഷെവർലെ ക്രൂസാണ്. KL5 കോട്ടയം രജിസ്ട്രേഷൻ വാഹനമാണ്. ക്രൂസിൻ്റെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ ഇവിടെ ക്രൂസ് വന്നേ. ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ വരാഞ്ഞിട്ടാണ്. ഞാൻ വരാറ്റാ, എന്നെ വിളിക്കാറ്റല്ലേ? എപ്പോഴും 1-2 പീസ് ഉണ്ടാവും. എങ്ങനെയാ? അല്ല, കുറച്ച് കാലം കണ്ടിട്ടില്ല ക്രൂസ്. അത് മുമ്പൊക്കെ അധികം ഉണ്ടാവുന്നത്. എങ്ങനെ മഞ്ഞൾ ചെടുക്കല്ലേ? ഇതെങ്ങനെയാ ഡീറ്റെയിൽ പറയേ? 2012 LTZ സെക്കൻഡ് ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. ഓക്കെ, സൺറൂഫിലുള്ളതാണ്. ഫാൻസി നമ്പർ. ഓക്കെ കേട്ടോ. എത്ര കൊടുക്കാം? 3 ലക്ഷം. 3 ലക്ഷത്തിന് 2012 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ക്രൂസ്. നീറ്റ് വണ്ടിയാണ്. 2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. നല്ല പവർഫുൾ ആണ്. നല്ല സീറ്റ് കവറും എല്ലാം ഉണ്ട് അല്ലേ? മേജറായിട്ടുള്ള പരിക്കൊന്നും ഇല്ലല്ലോ? സ്ട്രക്ചറൽ ഡാമേജ് അങ്ങനെ തോന്നുന്നു. അടുത്തത് ഒരു i20. ഇത് നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയൊരു ഡീസൽ i20 ആണ് അല്ലേ? അങ്ങനെയല്ലേ? KL 71 രജിസ്ട്രേഷൻ ആയതാണ് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. 2018 ഡിസംബർ വണ്ടിയാണ്. ഡീസൽ മാഗ്നാറിന്റെ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 72,000 കിലോമീറ്റർ. ഓക്കെ, AC പോസ്റ്റർ, പോളർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയർസ് പുറകിലുണ്ട്. ഫ്രണ്ടിലും കുഴപ്പമില്ല. ഒരു 60%. 520 ഇതിന്റെ റേറ്റ്. 5 to 5.5 ലോണും കയറും. ഓക്കെ, 18-20 റേഞ്ച് മൈലേജും കിട്ടും ഡീസൽ ആയതുകൊണ്ട്. 520 ഫുൾ ലോണ്. 570 വരെ ലോൺ കിട്ടും. നമുക്ക് അധികം വേണ്ട, കിട്ടുന്ന ആവശ്യമുള്ള ഇട്ടാൽ മതി. ഓക്കെ, ഫുൾ ലോൺ കിട്ടുന്നൊരു വാഹനമാണിത്. രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. ടാക്സോ കാര്യങ്ങളോ ഒന്നും നടക്കണ്ട. റിയായി കഴിഞ്ഞിട്ടുണ്ട്. 2018 മോഡലുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി 18 ഡിസംബർ ആയിട്ട് വണ്ടി. അടുത്തത് ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. KL10 റീ വണ്ടിയാണ്. ഇതും എങ്ങനെയാണ് ഡീറ്റെയിൽ? 2015 സെക്കൻഡ് ഓണർ, 1,30,000 കിലോമീറ്റർ കാണിക്കുന്നത്. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ GD ആണല്ലേ? ഓക്കെ,
ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 20 above കിട്ടൂല? കിട്ടണമെന്നാ? കിട്ടില്ല, കിട്ടിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ റേറ്റ് നമ്മൾ 4,20,000 അത് ഏകദേശം ഫിക്സഡ് റേറ്റ് തന്നെയാണ്. 4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ ഏകദേശം ഫുൾ ലോൺ തന്നെ അധികം വണ്ടികൾക്ക് ഇപ്പോൾ നമ്മൾ കിട്ടൂല. 4,20,000 2015 GD വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. എറ്റിയോസാണ്, റീ ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാം. ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇന്ത്യൻ രജിസ്റ്ററും കുഴപ്പമില്ല. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ സ്വിഫ്റ്റ് KL 10. പറഞ്ഞോളൂ. എന്താ പേര് തന്നെ? സ്വിഫ്റ്റ്. ഒക്കെ പഠിക്കണേ, പുതിയ അറിവുകളാണ്. 2008 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. VDI ഡീസൽ. ഓക്കെ, 4th ഓണർഷിപ്പിലാണുള്ളത്. 1,62,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 1,80,000 കൊടുക്കാം. 1,80,000 2008 പുതിയ പേപ്പർ എടുത്ത വാഹനം. 2008 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാം കേട്ടോ. 1 lakh വരെ ലോൺ കിട്ടും അല്ലേ? 28 വരെ പേപ്പർ ഉണ്ടാവും. 2028 വരെ. ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും. ടയറൊക്കെ ഫുൾ ബട്ടണാ. ഫുൾ ബട്ടറാ? ആര് പറഞ്ഞു? പുതിയ ഇട്ടാലല്ലേ? ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ലോണും കിട്ടുന്നുണ്ട്. എന്തായാലും താല്പര്യം കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 12 രജിസ്ട്രേഷൻ, വയനാട് ജില്ല. പറഞ്ഞോളൂ. 2011 VXI ആണ്, പെട്രോള്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ. 4th ഓണർ, 74,000 കിലോമീറ്റർ. ഓക്കെ, 2,20,000 രൂപ 2 lakh ലോൺ കൊടുക്കാം. അപ്പോൾ 20,000 കണ്ട നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ചെറിയൊരു മുടക്ക് ഉണ്ടായിക്കോട്ടെ ചോദിക്കണത്. ഇല്ലാതെ കൊടുക്കുമ്പോൾ അവർക്ക് വണ്ടിക്ക് ഒരു വില തോന്നില്ല. ഓക്കെ, അപ്പോൾ 20,000 രൂപ ഇറക്കാൻ പറ്റിയൊരു മിഡിൽ ഓപ്ഷൻ പെട്രോൾ സ്വിഫ്റ്റ് ഡിസയർ, ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റാണ്. നീറ്റ് വണ്ടിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ടയേഴ്സും വലിയ കുഴപ്പമില്ലാണ്ട് കേട്ടോ. ആവറേജ് ടയറൊക്കെ ഉണ്ട്. സ്വിഫ്റ്റ് ഡിസയർ KL 9 പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഫുള്ള് ഞാൻ മറന്നേ. ആകെ ഒരു കാര്യം ഓർമ്മ, സിംഗിൾ ഓണർ. ബാക്കിയെല്ലാം പറഞ്ഞുപോയി. മിഡിൽ ഓപ്ഷൻ 4 പുത്തൻ ടയർ, അതും എനിക്ക് ഓർമ്മ ഉണ്ട്. മോഡൽ ഏതാ? കിലോമീറ്റർ മാത്രം ഒരു മറവ്. 2,56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ യൂസ് ചെയ്താണ്. കിലോമീറ്റർ വേണേ നമുക്ക് കുറച്ച് കൊടുക്കാം. ആയിക്കോട്ടെ കേട്ടോ. 4 ലക്ഷം രൂപയാണ് റേറ്റ്. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. മോഡൽ പറഞ്ഞില്ല. 14 2014 2,56,000 കിലോമീറ്റർ ഓടിയ ഒരു ഡീസൽ മിഡിൽ ഓപ്ഷൻ സ്വിഫ്റ്റ് ഡിസയർ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അത് ഓടിച്ചു നോക്കിയാണെങ്കിൽ 27,000 കിലോമീറ്റർ ഓടി ഫീൽ ചെയ്യില്ല. ഞാൻ ഇത്രയും ഓടിയ സ്വിഫ്റ്റ് ഡിസയർ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. റിവ്യൂ ചെയ്തിട്ടില്ല. 2,56 ഈ ഒരു വർഷത്തിനുള്ളിലാണ്. 2014 ഞാൻ പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഭാഗങ്ങൾ വീട് തുടങ്ങി തന്നെ 2019 മുതൽ. നമ്മളിപ്പോ തുടങ്ങിയ വീഡിയോ ഓർമ്മയില്ല? കൊറോണക്ക് മുന്നേ തുടങ്ങിയല്ലോ നമ്മള്. ഓക്കെ, അപ്പോ പ്രൈസിങ് എങ്ങനെയാ? പ്രൈസ് 4 ലക്ഷം രൂപ. 4 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോൺ കൊടുക്കാൻ പറഞ്ഞല്ലോ. ആയിക്കോട്ടെ. അടുത്ത വണ്ടി ഇതും സിംഗിൾ ഓണർ 2013 ഡിസയർ അല്ലേ? ഡിസയർ. ഇത് ഓട്ടം കുറവാണ്. 1,43. ഡീസൽ തന്നെയാ? ഡീസൽ. അതുകൊണ്ട് അതിനെക്കാട്ടി ഒരു 16 രൂപ കുറവുണ്ട്. 390. ശരി, അത് ഓട്ടം കൂടിയതുകൊണ്ട് കുറച്ച് കൂട്ടി കൊടുക്കും. അത് 14 മോഡലുണ്ട്. ഓക്കെ, ഇത് 13 മോഡല്. 3,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3-3.5 വരെ ഇതിൽ ലോൺ ചെയ്യാം. കിട്ടൂല? ഓക്കെ, അങ്ങനെ അത് 10-40,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റും. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം നോക്കണം. പിന്നെ നോക്കാട്ടോ. ഔട്ട്ലുക്ക് വലിയ കുഴപ്പമില്ല. ഒറ്റക്കണ്ണനാണല്ലോ. 2 സൈഡും നോക്കി. ഈ ഒരു ഭാഗം ഏകദേശം എനിക്ക് തോന്നുന്നു കുറെ വണ്ടിയുണ്ട്. സ്വിഫ്റ്റ് ഡിസൈർ നമ്മൾ ഏത് എപ്പിസോഡിലാണ് മിക്സ് ആയിട്ട് കാണിക്കാൻ തറൂടാ. പക്ഷെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പൊ ഇത് അടുത്തത് സ്വിഫ്റ്റ് ആണ്. KL 60 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് വന്നിട്ട് 2013 വീഡിയോ. 13 മിഡിൽ ഓപ്ഷൻ അലവിലൊക്കെ ചെയ്തിട്ടുണ്ട്. 4th ഓണർഷിപ്പിലാണുള്ളത്. ഓക്കെ, 1,20,000 കിലോമീറ്റർ. അടിപൊളി ടയേഴ്സ് ഫ്രണ്ടിൽ. അവിടെ എങ്ങനെ സെയിം അല്ല? ബാക്കിലാണ് ഫുൾ ബട്ടൺ. ഫുൾ ബട്ടൺ ഒന്നുമില്ല, അവിടെ ഒരു 70% ബാക്കിലുണ്ട്. അപ്പൊ 13 വീഡിയോ മറന്നുപോയി. 3,60,000. 13 വീഡിയോ സ്വിഫ്റ്റ് 360. ഓക്കെ, ഒരു 3 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. നമ്മൾ വിലേന്റെ ഇടക്കിടക്ക് നമ്മൾ പറയുന്നില്ല, കുറച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ള. കുറച്ച് കൊടുത്തൂടെ? ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ കുറച്ച് കൊടുക്കാത്ത ഒരാളാണ്. കുറച്ച് കൊടുക്കാത്ത ഒരാളെ അല്ല, അങ്ങനത്തെ ഒരാളാണ്. ഓക്കെ, ലോൺ എത്ര കിട്ടും? ലോൺ 3 രൂപ കൊടുക്കാം. 3 വരെ കിട്ടും. ഓക്കെ, ലോണ് കുറച്ച് കൊടുക്കണ്ട. ഓക്കെ, കിലോമീറ്റർ വേണേ നമുക്ക് കുറച്ച് കൊടുക്കാം. സ്വിഫ്റ്റ് KL 55 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ ഡീസൽ VDI. അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 90,000 കിലോമീറ്റർ. 7ാമത്തെ ഓണർഷിപ്പിലാണുള്ളത്. 7ാമത്തെ? എന്താണ് ഓണർഷിപ്പ് കൂടിയ ഒരു പ്രശ്നമില്ല. എടുക്കുന്ന പാർട്ടിക്ക് റേറ്റ് കുറച്ച് കിട്ടും. ഇതിപ്പോൾ 2010 വണ്ടി സ്റ്റഡി മാർക്കറ്റ് 2.5 ലക്ഷം രൂപയാണ്. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഓണർഷിപ്പ് കൂടിയ വെച്ചിട്ട് ഇത് നമ്മൾ 2 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 2 ലക്ഷത്തിന് 2010 ഡീസൽ വാഹനം, മിഡിൽ ഓപ്ഷൻ ഡീസൽ സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫസ്റ്റ് ഷേപ്പ് സ്വിഫ്റ്റ് ആണ്.
ഓക്കെ. ലോണ് ചാൻസ് ഉണ്ടോ കിട്ടാൻ? ലോണ് 1.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 1.5 വരെ 50,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഈ ഒരു ഡീസൽ വാഹനം. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. വേറെ പണികളൊന്നും ഇല്ലല്ലോ? ഒരു പണിയില്ല, വർക്കിംഗ് അല്ല എല്ലാ വർക്കിംഗ്. റെഡ്സുകളുടെ ഒരു നിരയിട്ട് തോറും, പക്ഷേ അതിലൊരു സ്പെഷ്യലാണിത്. ലിമിറ്റഡ് എഡിഷൻ റെഡ്സ് ആണ്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ, കോഴിക്കോട്. ഇത് വന്നിട്ട് 2014. ഓക്കെ. 94,000 കിലോമീറ്റർ. ഓക്കെ. ഡീസൽ VDI. മിഡിൽ ഓപ്ഷൻ. 3,10,000. 3,10 സ്വന്തമാക്കാം ഈ ഒരു വാഹനം. ലോണ് എത്ര? ലോണ് 2 to 2.5 വരെ ചെയ്യാം. 2.5 വരെ ലോൺ കിട്ടില്ല. ഓക്കെ. വേറെ പണികളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വാഗണർ KL 52 രജിസ്ട്രേഷൻ. 2012 LXi AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ. ഓക്കെ. 82,000 കിലോമീറ്റർ. പിന്നെന്താ 2.40. വാഹനം പെട്രോളാണ്. 2 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 14 to 16, 17 വരെയൊക്കെ മൈലേജ് കിട്ടും. K സീരീസ് എഞ്ചിനാണ്, 18 വരെ കിട്ടും. ഒരു പൊട്ടുണ്ടല്ലോ. പൊട്ട് തേഞ്ഞ ഇവിടെ ആരാളുള്ള? നിങ്ങൾക്ക് ഫുള്ളുണ്ടോ? എന്ത് നിങ്ങൾക്ക് എൻ്റെ ഫുള്ളുണ്ടോ? ചെറിയ ചെറിയ അപകട മൈനസുകളൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും, എന്തെങ്കിലും മാറി കൊടുക്കും, അല്ലെങ്കിൽ മാറാനുള്ള പൈസ ഒരു 320 രൂപ കുറച്ച് കൊടുക്കാം. എല്ലാം സ്റ്റിക്കർ അടിച്ച് കൊടുക്കുക. അത് കൊടുക്കാം. ആയിക്കോട്ടെ. മാരുതി സുസുക്കി സെൻ എസ്ലോ KL 10 പറഞ്ഞോളൂ. ഇത് 29 വരെ പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടില്ല. ഓക്കെ കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. AC പവർ സ്റ്റാറിങ് ഒക്കെ ഉള്ള സാധനം തന്നെയാണ്. എന്താ അറിയണ്ടേ? 1,10,000 രൂപ. ഏതാ മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ LXi. LXi അല്ല, VXi. LXi. അപ്പോൾ ബേസ് ഓപ്ഷനാണ്. വേറെ മേജറായിട്ടുള്ള പരിക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഒരു 15 റേഞ്ചിൻ്റെ മൈലേജ് ഉണ്ടോ? കിട്ടും. എത്രയാണ് പറഞ്ഞ പ്രൈസ്? 1,10,000. 1,10,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ലോണും കാര്യമൊന്നും കിട്ടില്ലല്ലോ? ചാൻസ് ഇല്ല. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു റിഡ്സ് ആണ്. KL 55 രജിസ്ട്രേഷൻ റിഡ്സ്. എങ്ങനെ ഡീറ്റെയിൽ സലീംക? ഇതിപ്പോൾ നേരത്തെ പറഞ്ഞത് 2ാം എടുത്തോണിയൊക്കെ മറന്ന് അങ്ങനെ പറയുന്നില്ലേ. പിന്നെ ഇത് 2015 LD ആണ്. VDയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. കംപ്ലീറ്റ് പവർ വിൻഡോ 4 ചെയ്തിട്ടുണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ. ബേസിന്ന് മിഡിൽ ഓപ്ഷനിലേക്ക്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ 1,89,000 കിലോമീറ്റർ. 3,40,000 ചോദിക്കുന്നു. 3 ലക്ഷം വരെ ലോണും കൊടുക്കാം. 40,000 കണ്ടാൽ ഈ ഒരു ഡീസൽ വാഹനം നിങ്ങൾക്ക് ഇറക്കാം. 18-20 റേഞ്ച് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നൊരു വണ്ടിയാണ്. പിന്നെ ടയേഴ്സ് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ബലൂൺ ടയേഴ്സാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയാണ് എന്തായാലും വണ്ടി. ഒരു പെർഫോമൻസ് കാർ, അങ്ങനത്തെ ഒരു കാറാണ് മാരുതിയിൽ അല്ലേ? ഓക്കെ. തിരക്ക് പിടിക്കല്ലേ? ഔട്ട്ഡോർ പറയട്ടെ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു സ്റ്റോക്കും കൂടി നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഷർട്ട് വരണ്ട. ഇങ്ങനെ തന്നെ ഇത് കഴിഞ്ഞ തവണ നോക്കി ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് തന്ന്, അതേപോലെ തന്നെ ലൈക്ക്, സപ്പോർട്ട് എല്ലാം തരിക. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ സലീംക വേറെ പറയണ്ടോ? ഒന്നും പറയാൻ കാറ്റലോഗ് നമ്പർ പറയണ്ടേ? അത് പറഞ്ഞല്ലോ. ഇനി പറയണോ? പറയൂ. ജസ്റ്റ് വാട്സപ്പിലോട്ട് ഹായ് വിട്ടാൽ മതി. നമ്മൾ ഫുൾ സ്റ്റോക്ക് കിട്ടും. ഇനി അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്താൽ പുതിയ അപ്ഡേഷൻ. ഓക്കെ. നമ്മൾ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ കയറി കഴിഞ്ഞാൽ അതിൽ വല്ലാതെ കയറണം നിർബന്ധമില്ല. സ്റ്റോക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് ലഭിക്കുന്നതാണ്. സനിക്കര് മാത്രമല്ല എല്ലാ ഷോറൂമിലും. ഓക്കെ. അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.